ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യൽ കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താർ വിഭവങ്ങളിലെ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന വിഭവമാണല്ലോ ഈ കായ്പോള. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം നമ്മൾ എടുക്കാൻ, എന്നാൽ അധികം പച്ചയായിരിക്കരുത്. ഈ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി നുറുക്കണം. വളരെ ചെറിയ കഷ്ണമാകരുത്, എന്നാൽ വലിയ പീസും ആകാത്ത രീതിയിൽ നമുക്ക് നുറുക്കി മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്ത് നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പാണ് വറുത്ത് കോരി വെക്കുന്നത്. ഇതുപോലെ 2 ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് നമുക്ക് ചേർത്ത് നെയ്യിലങ്ങ് വറുത്ത് കോരാം. ഇനി ഞാനിതിലേക്ക് അല്പം ഉണക്കമുന്തിരി കൂടെ ചേർക്കുന്നുണ്ട്. അതും കായ്പോളയ്ക്ക് നല്ലൊരു രുചി കൊടുക്കുന്നതാണ്. ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഉണക്കമുന്തിരി നമുക്ക് മാറ്റാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് അവിടെ നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോഴേ നമുക്കിനി അതിലേക്ക് ആ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഉണക്കമുന്തിരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി മൂത്ത് വരുമ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഈ കടായിൽ തന്നെയാണ് നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്കും വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് ആ നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്ക് നെയ്യിൽ പതുക്കെ കുഴഞ്ഞു പോകാതെ വേണം ഇളക്കിയെടുക്കാൻ. ഫ്ലെയിം അല്പം കുറച്ച് വെക്കുന്നത് നന്നായിരിക്കും. പതുക്കെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്ക് നന്നായിട്ട് ആ നെയ്യിൽ കിടന്ന് മൂത്ത് വരണം. കുഴഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. പതുക്കെ ഇളക്കി കൊടുത്ത് അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ നേന്ത്രപ്പഴം നന്നായിട്ട് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് അതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആ മിക്സിയിലേക്ക് തന്നെ ഞാൻ 2 ടീസ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 2, 3, 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സി നമുക്ക് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. ഞാനിതാ ഇവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ മുട്ട, പാല്, പഞ്ചസാര, ഏലക്കാപ്പൊടിയുടെ മിശ്രിതം നമുക്ക് ആ നേന്ത്രപ്പഴ കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച ശേഷം ഞാനൊരു കടായി എടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യ് തൂവി വെക്കുന്നുണ്ട്. ഈ കടായിലാണ് ഞാൻ കായ്പോള തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ആ കടായിലേക്ക് ആദ്യം അല്പം നെയ്യ് തൂവി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അതിലെ ആ പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഈക്വലായിട്ട് ലെവലായി വരാൻ വേണ്ടി പതുക്കെ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ച് തട്ടി കൊടുക്കാം. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഴയ ദോശത്തവ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളുടെ നേന്ത്രപ്പഴക്കൂട്ടൊഴിച്ച കടായി അതിൻ്റെ മുകളിലോട്ട് വെച്ച് മൂടിക്കൊടുക്കാം. ഈ സമയം ഗ്യാസിൻ്റെ ഫ്ലെയിം വളരെ ലോ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട് എനിക്ക് ഈ കായ്പോള നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.